എല്ലാ കൂട്ടരും കോമ്പസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വർഷം അതായത് 2020 ഡിസംബറിൽ നടത്തിയ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ച അക്കൗണ്ടൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വേറൊന്നും ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും 1 by 1 ആയിട്ട് വായിച്ച് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 1 word ക്വസ്റ്റ്യൻ ആണ്. അത് വേറൊന്നുമല്ല, ചൂസ് ആൻ ഇന്റേണൽ യൂസർ. ഒരു ഇന്റേണൽ യൂസറിനെ ചൂസ് ചെയ്യുക ഫ്രം ദ ഗിവൺ യൂസേഴ്സ്, അതായത് താഴെ തന്നിരിക്കുന്ന യൂസേഴ്സിൽ നിന്ന് ഒരു ഇന്റേണൽ യൂസറിനെ തിരഞ്ഞെടുക്കുക. അതായത് അകത്തുള്ള ഒരു യൂസറിനെ തിരഞ്ഞെടുക്കുക. ഏത് യൂസറാണ്? ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പല പല വ്യക്തികൾക്ക് ആവശ്യമുള്ളതാണ്. പല പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് വരുന്നുണ്ട്, ഗവൺമെൻറ് വരുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്, സപ്ലൈസ് വരുന്നുണ്ട്, ഓണർ വരുന്നുണ്ട്, മാനേജർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം യൂസേഴ്സാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ അകത്തുള്ള, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് അകത്തുള്ള ഏത് യൂസറിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ളത്? താഴെ തന്നിരിക്കുന്നവയിൽ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കാം. ക്രെഡിറ്റർ എക്സ്റ്റേണൽ യൂസറാണ്, ബാങ്കും എക്സ്റ്റേണൽ യൂസറാണ്, ഗവൺമെൻറ്റും എക്സ്റ്റേണൽ യൂസറാണ്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതാണ്? മാനേജറാണ് ഇന്റേണൽ യൂസർ. നമുക്കൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വർക്കൗട്ട് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഒരു 1 word ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ ന്യൂ ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ അവർ കൺട്രി വിത്ത് ദ സ്ലോഗൻ 1 country 1 tax. അതായത് നമ്മുടെ രാജ്യത്ത് പുതുതായിട്ട് വന്ന ടാക്സ് സിസ്റ്റം ഏതാണ് എന്നാണ്. അതിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് 1 country 1 tax എന്നാണ്. അപ്പോൾ ടാക്സ് സിസ്റ്റം കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ്. ഏതാണ് ആൻസർ? GST ആണ് ആൻസർ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് ഇത് വന്നത് 1 ജൂലൈ 2017 ഈ ടാക്സ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഒരു 1 word ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ദ ടേം amortization is related with the decrease in the value of fixed asset, current asset, wasting asset, intangible assets. അതായത് താഴെ പറയുന്ന ഏത് അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പോഴാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രിസിയേഷൻ. അപ്പോൾ എന്തായാലും ഇതിൽ ഫിക്സഡ് അസറ്റ് വരില്ല. പിന്നെ പഠിച്ച മറ്റൊരു ടേമാണ് ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തതിന് വിളിക്കുന്ന പേരാണ് ഡിപ്ലീഷൻ. അടുത്ത് പഠിച്ചത് അമോർട്ടൈസേഷൻ ആണ്. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തതിന് വിളിക്കുന്ന പേരാണ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. കാരണം ഫിക്സഡ് അസറ്റ് വരില്ല. കാരണം ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തതിന് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റും വരില്ല. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗശേഷം അതിൻ്റെ വാല്യൂ മുഴുവനായിട്ട് നഷ്ടപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഓയിൽ വെൽസ്, അതായത് എണ്ണ കിണറുകൾ. നമ്മൾ എണ്ണ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റിംഗ് അസറ്റാണ്. പിന്നെ ആ അസറ്റ് ആ ഒരു ഉപയോഗത്തിന് കൊള്ളില്ല. അങ്ങനെയുള്ള അസറ്റ്സിനെ വിളിക്കുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യനും ഒരു 1 word ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ഡെപ്റ്റർ, ക്രെഡിറ്റർ, ബാങ്ക്, ബയർ. നമ്മളെല്ലാവരും തന്നെ പഠിച്ചിട്ടുള്ളതാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അതായത് നമ്മൾ എപ്പോഴും കടത്തിന് മറ്റൊരാൾക്ക് സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ ക്രെഡിറ്ററും അയാൾ നമ്മുടെ ഡെറ്ററുമാണ്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ക്രെഡിറ്റർ ആണ് പ്രിപ്പയർ ചെയ്തിട്ട് ഡെറ്ററിന് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡെറ്റർ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് ബിൽസ് റിസീവബിളും അയാൾക്കത് ബിൽസ് പേയബിളുമാണ്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ക്രെഡിറ്റർ ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിൽ ക്രെഡിറ്റർ ആണ് ആൻസർ. ഡെറ്റർ ബില്ല് അക്സെപ്റ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ ബാങ്കും വരില്ല, ബയറും വരില്ല. കാരണം ബയർ എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കുന്ന വ്യക്തിയാണ്. അയാൾ ക്യാഷിനും വാങ്ങാം, കടത്തിനും വാങ്ങാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. നമുക്കിനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനും ഒരു 1 word ക്വസ്റ്റ്യൻ ആയിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റിബേറ്റ് ഓൺ ബിൽ ഈസ് റിലേറ്റഡ് വിത്ത് റിട്ടയർമെൻറ്റ് ഓഫ് ബിൽസ്, റിന്യൂവൽ ഓഫ് ബിൽസ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്,
ഡിസോണർ ഓഫ് ബിൽസ്. അതായത് റിബേറ്റ് ഓൺ ബിൽസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. റിട്ടയർമെന്റ് ഓഫ് ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് നമ്മുടെ ഡ്രോയി പണം തന്ന് ബില്ല് വാങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് റിട്ടയർമെന്റ് ഓഫ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു സ്മാൾ എമൗണ്ട് കൺസെഷനായിട്ട് കൊടുക്കുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഓപ്ഷൻ റിന്യൂവൽ ഓഫ് ബില്ലാണ്. റിന്യൂവൽ ഓഫ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രോയി ഓൾഡ് ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് ന്യൂ ബില്ല് ഡ്രോൺ ചെയ്യുന്നതാണ്. അതായത് മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മൾ അയാളിൽ നിന്ന് ഇൻട്രസ്റ്റ് ആണ് ഈടാക്കുന്നത്. ഇനി ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ബിൽസ് റിസീവബിളെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിസോണർ ഓഫ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഡ്രോയി പേയ്മെന്റ് നടത്തുന്നതിൽ ഫെയിലിയർ ആവുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിസോണർ ഓഫ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽസ് ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? റിബേറ്റ് ഓൺ ബിൽസ് റിട്ടയർമെന്റ് ഓഫ് ബിൽസുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ് ആൻസർ. നമുക്കിനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആറാമത്തെ ക്വസ്റ്റ്യനും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ യൂഷ്വലി അറേഞ്ച്ഡ് ഇൻ പെർമനൻസ് ഓർഡർ, ലിക്വിഡിറ്റി ഓർഡർ, ട്രയൽ ബാലൻസ് ഓർഡർ, കൺവീനിയൻസ് ഓർഡർ. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് സ്ഥാപനത്തിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും താഴെ പറയുന്നവയിൽ ഏത് ക്രമത്തിലാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന്. നമ്മളാകെ രണ്ട് ക്രമമാണ് പഠിച്ചിട്ടുള്ളത്. ഒന്ന് പെർമനൻസ് ഓർഡറും മറ്റൊന്ന് ലിക്വിഡിറ്റി ഓർഡറും. ഈ ട്രയൽ ബാലൻസ് ഓർഡറും കൺവീനിയൻസ് ഓർഡറും നമ്മൾ പഠിച്ചിട്ടില്ല. ഇതിൽ പെർമനൻസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ള, അതായത് സ്ഥിരമായിട്ടിരിക്കുന്ന അസറ്റ്സും ലയബിലിറ്റീസും ആദ്യം എഴുതും. അതിൻ്റെ പെർമനൻസിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അസറ്റ്സിനെ ലയബിലിറ്റീസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നതിനെ വിളിക്കുന്ന പേരാണ് പെർമനൻസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഓർഡർ അനുസരിച്ച് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് ഫിക്സഡ് അസറ്റും ലയബിലിറ്റി സൈഡ് ക്യാപിറ്റലും ആയിരിക്കും. കാരണം അതായിരിക്കും ഏറ്റവും പെർമനന്റ് ആയിട്ട് നിൽക്കുന്നത്, ഏറ്റവും സ്ഥിരമായിട്ട് നിൽക്കുന്നത്. ഈ പെർമനൻസ് ഓർഡർ അനുസരിച്ച് ഏറ്റവും അവസാനം വരുന്ന അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആണ്. ലയബിലിറ്റി സൈഡ് ആണെങ്കിൽ ഏതെങ്കിലും കറണ്ട് ലയബിലിറ്റി. ഇനി ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഏറ്റവും ലിക്വിഡേറ്റ് ചെയ്യുന്ന അസറ്റ്സും ലയബിലിറ്റീസും ആയിരിക്കും നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി ഓർഡറാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് ആദ്യം വരുന്നത് ക്യാഷ് ആയിരിക്കും. അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡ് വരുന്നത് ഏതെങ്കിലും കറണ്ട് ലയബിലിറ്റീസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ലിക്വിഡേഷൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പെട്ടെന്ന് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലയബിലിറ്റീസും അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഓർഡർ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? പെർമനൻസ് ഓർഡർ ആണോ ലിക്വിഡിറ്റി ഓർഡർ ആണോ? അതായത് നമ്മൾ ഒരിടത്ത് തന്നെ പഠിച്ചിട്ടില്ല ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇന്ന ഓർഡറിൽ മാത്രമേ ബാലൻസ് ഷീറ്റിലെ അസറ്റ്സും ലയബിലിറ്റീസും അറേഞ്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഒരിടത്തും പഠിച്ചിട്ടില്ല. ഇതിൽ ഏത് ഓർഡർ വേണമെങ്കിലും ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേണിന് സ്വീകരിക്കാം. പെർമനൻസ് ഓർഡറും ആവാം, ലിക്വിഡിറ്റി ഓർഡറും ആവാം. അപ്പോൾ ഈ ക്വസ്റ്റിന് രണ്ടും ആൻസർ ആണ്. പെർമനൻസ് ഓർഡറും ആൻസർ ആണ്, ലിക്വിഡിറ്റി ഓർഡർ എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ഈസ് ആൻ അസെറ്റ്, എ ലയബിലിറ്റി, ആൻ എക്സ്പെൻസ്, എ റവന്യൂ. അതായത് ഒരു അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ അവസാനത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്നത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ, റവന്യൂ ആണോ എന്ന്. നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതായത് സാലറി കൊടുക്കാറായി, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുക്കാനുണ്ട്, അത് നമുക്കൊരു ബാധ്യതയാണ്, അതായത് ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, എ ലയബിലിറ്റിയാണ്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റിയാണ്. അത് ഒരിക്കലും എന്തല്ല, ഒരു അസറ്റ് അല്ല, ഒരു ആസ്തിയല്ല. പിന്നെ ഇതൊരു ചെലവ് ആയിട്ടില്ല, കാരണം പണം നമ്മൾ കൊടുത്തിട്ടില്ല, പണം കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഒരു ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കാണിക്കുന്നത്. നമുക്കിനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ കമ്പ്യൂട്ടർ ദ കൺട്രോൾ യൂണിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ്. ഇത് നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ടറിൽ കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ഭാഗമാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, CPU-ൻ്റെ ഭാഗമാണ്. കാരണം മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ALU അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എല്ലാം ഏതിൻ്റെ ഭാഗമാണ്? CPU-ൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്, CPU ആണ് ഇതിൻ്റെ ആൻസർ. അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ ടൈപ്പ് ഓഫ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ
software generally used in large business organizations with multi-users and geographically scattered location is ready to use, customized, tailored, none of this. അതായത് താഴെ പറയുന്നവയിൽ ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഒരു ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉപയോഗിക്കുന്നത്? ഇതിൽ റെഡി ടു യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് സ്മാൾ ബിസിനസ് ആണ്. അതായത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റെഡി ടു യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതാണ് കസ്റ്റമൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ടൈലേർഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് ലാർജ് ബിസിനസ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലേർഡ് ആണ്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു സ്മാളർ സബ് പാർട്സ് ഈസ് കാൾഡ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ്, ആറ്റോമിക് ആട്രിബ്യൂട്ട്സ്. അതായത് താഴെ പറയുന്നവയിൽ ഏത് ആട്രിബ്യൂട്ടാണ് പല പല ഭാഗങ്ങളാക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ്, അതായത് സബ് പാർട്സ് ആക്കാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സ് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? നമുക്കറിയാം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് എന്നാണ്. അതായത് ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയുടെ ഫീച്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു എൻറ്റിറ്റി എന്ന് വിചാരിക്കുക. ആ മനുഷ്യന് ഹൈറ്റ്, വെയിറ്റ്, ക്വാളിഫിക്കേഷൻ ഇതെല്ലാം എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണ്. ഇതിൽ ഏത് ആട്രിബ്യൂട്ട്സിനെയാണ് വീണ്ടും നമുക്ക് സബ് പാർട്ടായിട്ട് തിരിക്കാൻ പറ്റുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഇതിൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിനെയാണ് നമുക്ക് വീണ്ടും സബ് പാർട്ടായിട്ട് മാറ്റാൻ പറ്റുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നൈമിൽ തന്നെ ഫസ്റ്റ് നെയിം ഉണ്ട്, മിഡിൽ നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്. ഇപ്പോൾ തന്നെ 3 സബ് പാർട്ടായി. അപ്പോൾ ഇതൊരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാണ്. മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ടിന് പല പല വാല്യൂസ്, അതായത് ക്വാളിഫിക്കേഷൻ എടുക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ പല പല ക്വാളിഫിക്കേഷൻസ് ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടാണ്. ഇനി ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ട് മറ്റൊരു ആട്രിബ്യൂട്ടിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏജുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ആട്രിബ്യൂട്ടാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഓട്ടോമിക് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സബ് പാർട്സ് ആക്കാൻ പറ്റാത്ത ആട്രിബ്യൂട്ട്സ് ആണ് ഓട്ടോമിക് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉദാഹരണം നമ്മുടെ ഹൈറ്റ്, ഒരു വ്യക്തിയുടെ ഹൈറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഒരിക്കലും സബ് പാർട്ട് ആക്കാൻ പറ്റില്ല, പക്ഷെ നെയിം ആക്കാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. ഇനി നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻ എ DBMS, അതായത് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ദ കോമ്പോണൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എ യൂസർ ഇൻ്റർഫേസ് ടു ഇൻറ്ററാക്ട് വിത്ത് ദ ബാക്ക് എൻഡ് ഡേറ്റാബേസ്. അതായത് ഒരു ബാക്ക് എൻഡ് ഡേറ്റാബേസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് DBMSലുള്ള കമ്പോണൻറ്റ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടേബിൾസ്, ക്വറീസ്, റിപ്പോർട്ട്സ്, ഫോം. ഇതിൽ ടേബിൾസ് നമുക്കറിയാം, ടേബിൾസ് ഡേറ്റ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ക്വറീസും റിപ്പോർട്ട്സും നമുക്ക് ഡേറ്റ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംസ് ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോംസ് ആണ്. ഇനി നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പാസ് ജേണൽ എൻട്രീസ് ഫോർ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ്. താഴെ പറയുന്ന ട്രാൻസാക്ഷൻസിന് ജേണൽ എൻട്രീസ് എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ 2 ട്രാൻസാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ട്രാൻസാക്ഷൻസിനും എന്ത് ചെയ്യുക? ജേണൽ എൻട്രീസ് എഴുതുക. അപ്പോൾ 1ാമത്തെ ട്രാൻസാക്ഷൻ വായിച്ച് നോക്കാം. ഗുഡ്സ് കോസ്റ്റിംഗ് ₹5,000 5000 രൂപ taken away from the business by the proprietor for his personal use. അതായത് 5000 രൂപ വിലയുള്ള സാധനങ്ങൾ ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓണർ ബിസിനസ്സിൽ നിന്ന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോയി. ഈ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി എഴുതുക എന്നതാണ്. നമുക്കറിയാം ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് പണമോ സാധനങ്ങളോ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ്. ഇവിടെ ക്യാഷ് അല്ല എടുത്തുകൊണ്ട് പോയത്, പകരം ഗുഡ്സ് ആണ് എടുത്തുകൊണ്ട് പോയത്, സാധനങ്ങളാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ വരുന്ന 2 ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡ്രോയിങ്സും മറ്റൊന്ന് പർച്ചേസുമാണ്. അപ്പോൾ ഡ്രോയിങ്സ് ഡെബിറ്റ് ആസ്പെക്റ്റും പർച്ചേസ് ക്രെഡിറ്റ് ആസ്പെക്റ്റുമാണ്. കാരണം പർച്ചേസ് ഇവിടെ കുറയുകയാണ്. കാരണം നമ്മൾ വാങ്ങിച്ച് വച്ച സാധനത്തിൽ നിന്നിട്ടാണ് ഓണർ എടുത്തിട്ട് പോയത്. അപ്പോൾ പർച്ചേസിൽ നിന്ന് കുറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പർച്ചേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. അപ്പോൾ ജേണൽ എൻട്രി ഒന്ന് എഴുതാം.
നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഒന്ന് വായിച്ച് നോക്കാം. ഗുഡ്സ് വർത്ത് ₹2500 ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. അതായത് 2500 രൂപ വരെയുള്ള സാധനങ്ങൾ ഫ്രീ സാമ്പിൾസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നമുക്കറിയാം, നമ്മൾ ചില സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ തരാറുണ്ട്. അതിനെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് സാമ്പിളായിട്ട് നമ്മൾ ആ സാമ്പിൾസ് വാങ്ങിച്ച് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ആ സാധനം വാങ്ങാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ സെയിൽസിനെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊരു ചിലവാണ്. ഒന്നുകിൽ ഈ ചിലവിനെ അഡ്വർടൈസ്മെൻറ്റ് എന്ന ഹെഡിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾസ് എന്നൊരു അക്കൗണ്ട് രൂപീകരിച്ച് ആ ഹെഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫ്രീ സാമ്പിൾസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ്. മറ്റേ ആസ്പെക്റ്റ്, അതായത് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ആയിരിക്കും. കാരണം നമ്മൾ വാങ്ങിച്ച് വെച്ച സാധനത്തിൽ നിന്നാണ് ഫ്രീ സാമ്പിൾസ് കൊടുത്തത്. അപ്പോൾ ക്രെഡിറ്റ് ആസ്പെക്റ്റ് എപ്പോഴും എന്തായിരിക്കും? പർച്ചേസ് ആയിരിക്കും. ഡെബിറ്റ് ആസ്പെക്റ്റ് ഒന്നുകിൽ ഫ്രീ സാമ്പിൾസ് അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ജേണൽ എൻട്രി നമുക്ക് എഴുതാം. അപ്പോൾ ഇതാണ് ഈ രണ്ട് ട്രാൻസാക്ഷൻ്റെയും ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട്. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഫ്രീ സാമ്പിൾസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട്. അടുത്തായിട്ട് നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ലിസ്റ്റ് ഔട്ട് എനി 2 items വിച്ച് വിൽ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ഓവർഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്കിലെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ്, ഏതെങ്കിലും 2 ഐറ്റംസ് എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഈ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്ബുക്കിലെ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലെസ് ചെയ്യുന്ന ഐറ്റംസ് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും. കാരണം ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ആൾറെഡി അത് നെഗറ്റീവ് ബാലൻസ് ആണ്. നമ്മൾ പാസ്ബുക്ക് ബാലൻസ് വെച്ച് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 3 ഐറ്റംസിനെയാണ് ലെസ് ചെയ്യാറ്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ 3 ഐറ്റംസിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അതായത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് യെറ്റ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു, ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, പേയ്മെന്റ് വേണ്ടി ചെക്ക് അവിടെ പ്രസന്റ് ചെയ്തിട്ടില്ല. ഈ ഐറ്റം ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. കാരണം നമ്മൾ പാസ്ബുക്ക് ബാലൻസ് വെച്ച് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഐറ്റത്തിന് അവിടെ ലെസ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിനെ ഇൻക്രീസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തത് എമൗണ്ട്സ് ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. ഏതെങ്കിലും ഒരു കസ്റ്റമർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിനെ ഇൻക്രീസ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഇവിടെ ലെസ് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഇനിയുള്ളത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ലെസ് ചെയ്യാറാണ് പതിവ്. കാരണം നമ്മൾ പാസ്ബുക്ക് ബാലൻസ് വെച്ച് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഐറ്റത്തിനെ ലെസ് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇത് ഓവർ ഡ്രാഫ്റ്റ് ബാലൻസിനെ ഇൻക്രീസ് ചെയ്യിക്കും. കാരണം ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് നെഗറ്റീവ് ബാലൻസ് ആണ്. അപ്പോൾ ഈ 3 ഐറ്റംസിൽ ഏതെങ്കിലും 2 എണ്ണമാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു വർഷത്തിന്റെ അവസാനം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഓണർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ്. അതായത് ബിസിനസ് ഓണറിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എഴുതും. എത്ര ശതമാനമാണോ ഇൻട്രസ്റ്റ്, ആ ശതമാനം കണ്ടുപിടിച്ചിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് എഴുതുകയും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുമ്പോൾ അതിന്റെ കൂടെ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെയും ആഡ് ചെയ്ത് എഴുതും. അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഒന്ന്, ഡെബിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് എഴുതും. ആഡഡ് വിത്ത് ക്യാപിറ്റൽ ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് ക്യാപിറ്റൽ എഴുതുമ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിൽ എഴുതും. ഇനി നമുക്ക് 15ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 15ാമത്തെ ക്വസ്റ്റ്യനും ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സ്റ്റേറ്റ് എനി 4 ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഏതെങ്കിലും 4 പോരായ്മകൾ എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസേഴ്സ് നോക്കാം. അതിൽ 1,
കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. നമുക്കറിയാം സാധാരണയുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറുമ്പോൾ നിലവിലിരിക്കുന്ന സ്റ്റാഫ്സിന് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ട്രെയിനിങ് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതെന്ന് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ട്രെയിനിങ് പ്രോസസ്സിന് ഒരുപാട് ചെലവുകളുണ്ട്. അതാണ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഓപ്പോസിഷൻ. അതായത് നമ്മുടെ ട്രഡീഷണൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലോട്ട് മാറുമ്പോൾ നിലവിലിരിക്കുന്ന സ്റ്റാഫ്സ് അതിനെ എതിർക്കാറുണ്ട്. കാരണം എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അക്കൗണ്ടിങ് ചെയ്യാൻ കഴിയില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ നിലവിലിരിക്കുന്ന എംപ്ലോയീസ് ഇതിനെ എതിർക്കും. കാരണം അവരുടെ ജോലിയെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ഒന്നുകിൽ അവരത് ട്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ ഒരു എംപ്ലോയി, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അറിയാവുന്ന ഒരു എംപ്ലോയി അവർ റിക്രൂട്ട് ചെയ്തെടുക്കും. അതാണ് സ്റ്റാഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഫെയിലിയർ. നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ ഹാർഡ്വെയറിൽ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കാരണം നമ്മുടെ ഡേറ്റാസ് നഷ്ടപ്പെടുവാനും നമുക്ക് തിരികെ എടുക്കുന്നതിനും കഴിയാതെ വരും. അപ്പോൾ അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയാം. നാലാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇൻഎബിലിറ്റി ടു ചെക്ക് അൺആന്റിസിപ്പേറ്റഡ് എറേഴ്സ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം വഴി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ എററോ സംഭവിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടി തിരുത്തുവാൻ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന എംപ്ലോയിക്ക് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ അതൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം ആ എറർ തിരുത്തിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? ഒരു എക്സ്പേർട്ടിനെ വിളിക്കുകയും ഇത് തിരുത്തുകയും ചെയ്യും. എന്നാലും സമയനഷ്ടം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആയിട്ട് വരുന്നു. അവസാനത്തെ ലിമിറ്റേഷൻ ആണ് ഇൽ എഫക്ട്സ് ഓൺ ഹെൽത്ത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. കാരണം കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 5 കാരണത്തിൽ ഏതെങ്കിലും 4 എഴുതിയാൽ എന്താണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഒന്നുകിൽ കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, അല്ലെങ്കിൽ സ്റ്റാഫ് ഓപ്പോസിഷൻ, സിസ്റ്റം ഫെയിലിയർ, ഇൻഎബിലിറ്റി ടു ചെക്ക് അൺആന്റിസിപ്പേറ്റഡ് എറേഴ്സ്, ഇൽ എഫക്ട്സ് ഓൺ ഹെൽത്ത്. അപ്പോൾ ഈ 5 പോയിന്റിൽ ഏതെങ്കിലും 4 എഴുതുന്നതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ദ സിംബൽസ് യൂസ്ഡ് ഫോർ ദ ഫോളോവിങ് എലമെന്റ്സ് ഓഫ് ആൻ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ഫോർ എ ഡേറ്റാബേസ്. അതായത് നമ്മുടെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിൽ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെയും വീക്ക് എൻറ്റിറ്റിയുടെയും സിംബൽസ് വരയ്ക്കുക. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, വീക്ക് എൻറ്റിറ്റിയുടെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് എനി 3 ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഏതെങ്കിലും 3 ബ്രാഞ്ചസിനെ പറ്റി എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ച 3 ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 കോസ്റ്റ് അക്കൗണ്ടിങ്, 3 മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നമ്മൾ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൊടുക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ബിസിനസ് സ്ഥാപനം ഫിനാൻഷ്യലി സൗണ്ടഡ് ആണോ എന്ന് അറിയുന്നതിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മളെ സഹായിക്കും. 2 കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചിലവുന്ന തുകയെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. അതായത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര കോസ്റ്റ് ആവുന്നു, ആ കോസ്റ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, ആ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇതെല്ലാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നതാണ്. 3ാമത്തെ ബ്രാഞ്ചാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അതായത് നമ്മുടെ ബിസിനസ്സിന്റെ അകത്തുള്ള പല വ്യക്തികൾക്കും പല പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഇൻഫർമേഷനും നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും ആവശ്യമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊടുക്കുമ്പോൾ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും മറ്റ് ഇൻഫർമേഷൻസ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പല പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് 3 ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. ഇനി നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ജേണൽ ആൻഡ് ലെഡ്ജർ ആർ 2 major components of the double entry system of accounting. Write any 3 differences between these books of account. വേറൊന്നുമല്ല, നമ്മുടെ ജേണലിന്റെയും ലെഡ്ജറിന്റെയും ഏതെങ്കിലും 3 ഡിഫറൻസസ് എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ജേണൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രി ആണ്. നമ്മുടെ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എൻട്രി ആണ്. അതായത് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലും ജേണലിൽ നിന്നിട്ടാണ് നമ്മൾ ലെഡ്ജറിലോട്ട് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് എൻട്രിയും ലെഡ്ജർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എൻട്രിയുമാണ്. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ജേണലിൽ എഴുതുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അതായത് ട്രാൻസാക്ഷൻ നടക്കുന്ന ക്രമത്തിൽ
സമയത്തിൻ്റെ ക്രമത്തിലാണ് നമ്മൾ എവിടെ എഴുതുന്നത്, ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ലെഡ്ജറിൽ ഈ സമയത്തിൻ്റെ ക്രമത്തിലല്ല റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ വിശകലനം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അനലിറ്റിക്കൽ ഓർഡറും ഇവിടെ ക്രൊണോളജിക്കൽ ഓർഡറിലുമാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ ജേണലൈസിംഗ് എന്ന് പറയുന്നു, നമ്മൾ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ പോസ്റ്റിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മുടെ ജേണലും ലെഡ്ജറും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 19ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ഓഫ് ട്രയൽ ബാലൻസ്. അതായത് നമ്മുടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാം, നമ്മൾ ആദ്യം ട്രാൻസാക്ഷൻസ് ജേണലൈസ് ചെയ്യുന്നു, പിന്നെ പോസ്റ്റിംഗ് ചെയ്യുന്നു, പിന്നെ അവയെ ബാലൻസ് ചെയ്യുന്നു, എന്നിട്ട് ആ ബാലൻസ് വെച്ച് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആയാൽ മാത്രമേ നമ്മൾ അത് വെച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുള്ളൂ. ട്രയൽ ബാലൻസ് ടാലി ആയില്ലെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് എവിടെ എന്തോ തെറ്റുകളുണ്ട്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷൻസും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ടു അസർട്ടൈൻ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. അതായത് ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി, അതായത് കൃത്യത കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ടാലി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ചെയ്തത്, പോസ്റ്റ് ചെയ്തത് എല്ലാം ഏകദേശം ശരിയെന്ന് പറയാം. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. നമുക്കറിയാം, ട്രയൽ ബാലൻസ് ടാലി ആയില്ല എങ്കിൽ എവിടെ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, ആ മിസ്റ്റേക്സ് കണ്ടുപിടിക്കുന്നതിന് ട്രയൽ ബാലൻസ് നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമുക്കറിയാം, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്നാണ് ട്രയൽ ബാലൻസ് നിന്നിട്ടാണ്. അപ്പോൾ ഈ 3 ഒബ്ജക്റ്റീവ്സ് ആണ് ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവയാണ്. ഇനി നമുക്ക് 20ാമത്തെ ക്വസ്റ്റിനെ ഡിസ്കസ് ചെയ്യാം. 20ാമത്തെ ക്വസ്റ്റിന് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ ഗിവൺ ഡീറ്റെയിൽസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫോർമുലാസ്. അതായത് വേറൊന്നുമല്ല, താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നിന്നിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. പർച്ചേസസ് 86,000, പർച്ചേസസ് റിട്ടേൺസ് 1000, ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000, ക്ലോസിംഗ് സ്റ്റോക്ക് 10,000, ക്യാരേജ് ഇൻവേഴ്സ് 3000. അപ്പോൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണെന്ന്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് പർച്ചേസ്, അതായത് പർച്ചേസസിൽ നിന്ന് പർച്ചേസസ് റിട്ടേൺ കുറച്ചത്, ആ നെറ്റ് പർച്ചേസിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂട്ടുകയും അതിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇവിടെ ഒരു ഡയറക്റ്റ് എക്സ്പെൻസേ ഉള്ളൂ, എന്താണ്, ക്യാരേജ് ഇൻവേർഡ് കൂട്ടുകയും എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുന്നതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം ഈ ഫോർമുല അവിടെ എഴുതണം. ഇനി നമുക്ക് ഈ ഫോർമുല വച്ചിട്ട് ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിച്ചു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ 93,000 രൂപയാണ്. അതായത് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചു, അതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂട്ടി, പിന്നെ ക്യാരേജ് ഇൻവേർഡ് കൂട്ടി, എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചു. നമ്മുടെ പർച്ചേസും ഓപ്പണിംഗ് സ്റ്റോക്കും ക്യാരേജ് ഇൻവേർഡ് കൂട്ടുമ്പോൾ 1,03,000 രൂപയാണ്. ആ 1,03,000 നിന്ന് 10,000 രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ 93,000 നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്ലാസിഫൈ ദ ഫോളോവിങ് കമ്പ്യൂട്ടർ ഡിവൈസസ് ഇൻറ്റു 2 ഹെഡ്സ്, ഇൻപുട്ട് യൂണിറ്റ് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന ഡിവൈസസിനെ ഇൻപുട്ട് ഡിവൈസ് എന്നും ഔട്ട്പുട്ട് ഡിവൈസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. കീബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. മൗസ് എന്ന് പറഞ്ഞാലും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ പ്രിൻ്റർ, പ്ലോട്ടർ, മോണിറ്റർ ഇവ 3ഉം ഔട്ട്പുട്ട് ഡിവൈസും, കീബോർഡ്, ലൈറ്റ് പെൻ, മൗസ് ഇവ 3ഉം ഇൻപുട്ട് ഡിവൈസുമാണ്. ഇനി നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 22ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് ടേംസ് ഇൻ റിലേഷൻ ടു ക്രിയേഷൻ ഓഫ് എ ടേബിൾ ഇൻ ലിബ്ര ഓഫീസ് ബേസ്. അതായത് ഒരു ലിബ്ര ഓഫീസ് ബേസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള താഴെ പറയുന്ന ടേംസിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുക. താഴെ പറയുന്ന ടേംസ് ഇവയാണ്: 1 ഫീൽഡ് നെയിം, 2 ഫീൽഡ് ടൈപ്പ്, 3 പ്രൈമറി കീ.
നമുക്ക് എല്ലാവർക്കും അറിയാം ഫീൽഡ് നെയിം എന്ന് പറഞ്ഞാൽ ഒരു ലിബ്ര ഓഫീസ് ബേസിലെ ടേബിൾസിൽ വരുന്ന കോളംസിൻ്റെ നെയിമിനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ് നെയിം. ഇപ്പോൾ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്നത് ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ എംപ്ലോയീസ് ID, എംപ്ലോയി നെയിം, അഡ്രസ്സ്, കോസ്റ്റ്, റിലീജിയൻ, ഇതൊക്കെ എന്താണ് കോളം നെയിമാണ്. ഇതൊക്കെ ഒരു ഫീൽഡാണ്. അപ്പോൾ ആ കോളത്തിൻ്റെ നെയിമിനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ് നെയിം എന്ന് പറഞ്ഞാൽ. രണ്ടാമത് ഫീൽഡ് ടൈപ്പ്, അതായത് നമ്മൾ ആ കോളത്തിൽ എൻ്റർ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ എന്നതാണ്. ഇപ്പോൾ നമ്പർ ആണോ ടെക്സ്റ്റ് ആണോ നമ്മൾ ആ കോളത്തിൽ എൻ്റർ ചെയ്യുന്നത്, ആ ടൈപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ഫീൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ ടെക്സ്റ്റ്, നമ്പർ, കറൻസി, ഡേറ്റ്, ഇതെല്ലാം ഫീൽഡ് ടൈപ്പിന് എക്സാമ്പിളാണ്. മൂന്നാമത് പ്രൈമറി കീ. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി കീ വെച്ചിട്ടാണ് നമ്മൾ ഒരു റെക്കോർഡിനെ തിരിച്ചറിയുന്നത്. അത് ഈ പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ യുണീക്ക് വാല്യൂ ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ എംപ്ലോയിയുടെ ID എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. കാരണം ഒരു എംപ്ലോയിയുടെ ID മറ്റൊരു എംപ്ലോയിക്ക് കാണില്ല, അത് യുണീക്ക് വാല്യൂ ആണ്. അങ്ങനെ ഒരു യുണീക്ക് വാല്യൂ വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പാസ് റെക്ടിഫിക്കേഷൻ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് എറേഴ്സ് ഫൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് എ ട്രേഡർ. അതായത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ താഴെ പറയുന്ന എറേഴ്സ് കണ്ടുപിടിച്ചു, അത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രീസ് എഴുതുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ എറർ ഒന്ന് വായിച്ച് നോക്കാം. സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ഫോർ ₹4000 വാസ് റെക്കോർഡഡ് ഇൻ ദ സെയിൽസ് ബുക്ക്. 4000 രൂപ വിലയുള്ള ഒരു ഓൾഡ് ഫർണിച്ചർ കടത്തിന് വിറ്റു. ആ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തത് സെയിൽസ് ബുക്കിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുമ്പോൾ എൻട്രി എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഫർണിച്ചർ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫിക്സഡ് അസറ്റ് ആണ്. ഈ ഫർണിച്ചറിനെയാണ് എടുത്ത് വിറ്റത്. അപ്പോൾ ഒരിക്കലും നമ്മൾ എവിടെ എഴുതാൻ പാടില്ല, സെയിൽസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഗുഡ്സ് വിറ്റാൽ മാത്രമേ അതിനെ സെയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യൂ. ഇവിടെ വിറ്റത് ഓൾഡ് ഫർണിച്ചർ ആണ്. അപ്പോൾ കടത്തിനാണ് വിറ്റത്, അതായത് ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ എന്നായിരുന്നു എൻട്രി. പക്ഷേ ഇവർ സെയിൽസ് ആയിട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ ഡെറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആയിപ്പോയി. അപ്പോൾ ഈ എറർ എങ്ങനെ തിരുത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽസിൽ നിന്ന് ഈ എമൗണ്ട് മാറണം. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ അക്കൗണ്ടിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കാരണം ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആ എമൗണ്ട് വരേണ്ടതാണ്. അപ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇതാണ് ഈ എററിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത്. സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ അക്കൗണ്ട്. സെയിൽസിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ നിന്ന് 4000 രൂപ പോവുകയും പകരം ഫർണിച്ചർ അക്കൗണ്ട് 4000 രൂപ വരികയും ചെയ്യും. ഇനി നമുക്ക് രണ്ടാമത്തെ എറർ നോക്കാം. രണ്ടാമത്തെ എറർ എന്ന് പറയുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ₹8,000 ഫ്രം ഗോപാൽ ബ്രദേഴ്സ് വാസ് പോസ്റ്റഡ് ടു ക്രെഡിറ്റ് ഓഫ് ഗോപി ട്രേഡേഴ്സ്. അതായത് നമ്മൾ ഗോപാൽ ബ്രദേഴ്സിൽ നിന്ന് 8000 രൂപ വിലയുള്ള സാധനങ്ങൾ കടത്തിന് വാങ്ങിച്ചു. അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗോപാൽ ബ്രദേഴ്സ് എന്നാണ്. പക്ഷേ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ അത് എങ്ങോട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്തു, ഗോപി ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ പോയി പോസ്റ്റ് ചെയ്തു. അതും ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അതായത് സൈഡ് ശരിയാണ്, പക്ഷേ അക്കൗണ്ട് മാറിപ്പോയി. അപ്പോൾ ഇതെങ്ങനെ തിരുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപി ട്രേഡറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ 8000 രൂപ പോകണം. അപ്പോൾ ഗോപി ട്രേഡറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പകരം ഗോപാൽ ബ്രദേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആ 8000 രൂപ വരികയും ചെയ്യണം. അപ്പോൾ നമ്മുടെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത് ഗോപി ട്രേഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഗോപാൽ ബ്രദേഴ്സ് ₹8000. അപ്പോൾ ഇതാണ് നമ്മുടെ റെക്ടിഫിക്കേഷൻ എൻട്രി. അപ്പോൾ ഇതാണ് ഈ എററിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറഞ്ഞാൽ. നമ്മൾ ഗോപി ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ഗോപി ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് 8000 രൂപ വരികയും ആ എമൗണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പകരം ഗോപാൽ ബ്രദേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഗോപാൽ ബ്രദേഴ്സിൻ്റെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആ 8000 രൂപ വരികയും ചെയ്യുന്നു. നമുക്കിനി മൂന്നാമത്തെ എറർ ഒന്ന് വായിച്ചു നോക്കാം. മൂന്നാമത്തെ എറർ എന്ന് പറഞ്ഞാൽ വേജസ് പെയ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ ബിൽഡിംഗ് വാസ് ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട് ₹12,000. അതായത് നമ്മൾ പുതിയ ബിൽഡിംഗ് പണി ചെയ്തപ്പോൾ അതിന് കൊടുത്ത കൂലി വേജസ് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഡെബിറ്റ് ചെയ്തു, അതും 12,000 രൂപ. നമ്മുടെ കോസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ച് അത് പ്രവർത്തനരഹിതമാവുന്നവരുള്ള എല്ലാ ചെലവും അതിൻ്റെ കോസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബിൽഡിംഗ് പണി ചെയ്യുന്നു. അപ്പോൾ ബിൽഡിങ്ങിൽ ഉണ്ടാക്കുന്ന എല്ലാ ചെലവും നമ്മൾ ബിൽഡിംഗ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ വന്ന എറർ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാതെ പകരം എവിടെ ഡെബിറ്റ് ചെയ്തു പോയി, വേജസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു പോയി. അപ്പോൾ വേജസ് അക്കൗണ്ടിൽ നിന്ന് ഈ 12,000 രൂപ പോകണമെങ്കിൽ വേജസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. പകരം ബിൽഡിംഗ് അക്കൗണ്ടിൽ ഈ 12,000 രൂപ വരികയും ചെയ്യണം. അപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത് ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് അക്കൗണ്ട്.
അപ്പോൾ ഇതാണ് റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറഞ്ഞാൽ. ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് അക്കൗണ്ട്. അപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പോൾ ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് 12,000 വരികയും വേജസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ വേജസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് 12,000 പോകുമ്പോൾ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് ഇല്ലാതായി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറഞ്ഞാൽ. നമുക്കിനി നാലാമത്തെ എറർ നോക്കാം. നാലാമത്തെ എറർ എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേൺ ബുക്ക് വാസ് ഓവർ കോസ്റ്റ് ബൈ 100 രൂപ. അത് ഓവർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഥാർത്ഥ ബാലൻസിനേക്കാൾ അധികമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്തു. എത്രയാണ് അധികമായിട്ട് ബാലൻസ് ചെയ്തത്? നമ്മൾ 100 രൂപയാണ് അധികമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്തത്. അതായത് ബാലൻസ് ചെയ്തപ്പോൾ യഥാർത്ഥ തുകയേക്കാൾ 100 രൂപ നമ്മൾ കൂട്ടി എഴുതി പോയി. നമുക്കറിയാം സെയിൽസ് റിട്ടേൺ ബുക്ക് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ 100 രൂപ ഈ സെയിൽസ് റിട്ടേൺ ബുക്കിൽ നിന്ന് കുറയണമെങ്കിൽ നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്കിനെ ഓപ്പോസിറ്റ് ചെയ്യണം. അതായത് സെയിൽസ് റിട്ടേൺ ബുക്കിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ ഡെബിറ്റ് ആസ്പെക്ട് നമ്മൾ ഏതിന് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് റിട്ടേൺ. അപ്പോൾ ഇതാണ് ഈ എററിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറഞ്ഞാൽ. സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 100 രൂപ ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് 100 രൂപ. നമുക്കിനി 24ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 24ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ സുകുമാർ കീപ്സ് ഓൺലി ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഫോർ ഹിസ് ബിസിനസ്. ഹിസ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ വാസ് ₹60,000. His total drawings of ₹15,000. He also introduced further capital of ₹25,000 during the year. The financial position of his business at the end was building 40,000, furniture 20,000, debtor 30,000, cash in hand 15,000, stock of goods 10,000, creditors 20,000. Calculate his business profit or loss using സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ്. അതായത് മിസ്റ്റർ സുകുമാർ എന്ന് പറയുന്ന വ്യക്തി റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ്. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 60,000 രൂപയായിരുന്നു. ഈ വർഷം അയാൾ വിഡ്രോ ചെയ്തുകൊണ്ട് പോയത് 15,000 രൂപയാണ്. മാത്രമല്ല ഈ വർഷം തന്നെ അയാൾ ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതും 25,000 രൂപ. പിന്നെ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് പറയുന്നത്, അതായത് അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതും ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലത്തെ അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ചോദ്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അതും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച്. നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് വഴി പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അതായത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡിന്റെ കൂടെ ആ വർഷത്തെ ഡ്രോയിങ്സ് കൂട്ടുകയും ആ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫർദർ ക്യാപിറ്റൽ കുറച്ചിട്ട് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. അപ്പോൾ ഈ കണക്കിൽ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് തന്നിട്ടുണ്ട്, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്, ഫർദർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. പക്ഷേ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരച്ചിട്ട് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് കണ്ടുപിടിക്കണം. അത് വേറൊന്നുമല്ല, ഈ അസറ്റ്സിൽ നിന്ന് ലയബിലിറ്റീസ് കുറയ്ക്കുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. അപ്പോൾ ആദ്യം ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് അസറ്റ്സ് ഏതൊക്കെയാണ് ലയബിലിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ബിൽഡിംഗ് ഒരു അസറ്റാണ്, ഫർണിച്ചറും ഒരു അസറ്റാണ്, ഡെപ്റ്ററും ഒരു അസറ്റാണ്, ക്യാഷും ഒരു അസറ്റാണ്, സ്റ്റോക്കും ഒരു അസറ്റാണ്, ക്രെഡിറ്റർ ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ 5 അസറ്റ്സ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയറിൻ്റെ അസറ്റ് സൈഡ് എഴുതുകയും ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റർ എഴുതിയിട്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്ന ഫിഗറാണ് നമ്മുടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. ആ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡ്രോയിങ്സ് കൂട്ടുക. എന്നിട്ട് അതിൽ നിന്ന് ഈ ഫർദർ ക്യാപ് 25,000 കുറയ്ക്കുക. എന്നിട്ട് ഈ 60,000 രൂപയും കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരച്ചിട്ട് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരച്ചിട്ട് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് അസറ്റ്സ്, ഈ 5 അസറ്റ്സ് നമ്മൾ എഴുതി കൂട്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ 20,000 രൂപയുടെ ക്രെഡിറ്റർ കുറച്ചപ്പോൾ നമുക്ക് കിട്ടി 1,00,000 രൂപയുടെ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്. അപ്പോൾ ഈ ക്യാപിറ്റൽ അറ്റ് ദ എൻഡിൻ്റെ കൂടെ ഡ്രോയിങ്സ് കൂട്ടുകയും ഫർദർ ക്യാപിറ്റലും ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്ങും കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ആ ഫോർമുല എഴുതിയിട്ട് ഈ എമൗണ്ട്സ് ഒക്കെ അതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം.
പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ്. അതായത് നമുക്ക് കിട്ടി ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് 1,00,000 രൂപ. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് 15,000 രൂപ അത് കൂട്ടി, അപ്പോൾ 1,15,000 രൂപ. അതിൽ നിന്ന് ഫർദർ ക്യാപിറ്റൽ 25,000 കുറച്ചപ്പോൾ 90,000 രൂപ കിട്ടി. അതിൽ നിന്ന് വീണ്ടും ക്യാപിറ്റൽ ദ ബിഗിനിങ് 60,000 കുറച്ചപ്പോൾ 30,000 രൂപ കിട്ടി. അപ്പോൾ ഈ 30,000 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്കിനി 25ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 25ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അതായത് 2 സെറ്റ് ഉണ്ട്, എയും ബിയും. അപ്പോൾ എയിലുള്ള ഐറ്റംസിനെ ബിയിലുള്ള ഐറ്റവുമായി എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. അപ്പോൾ ബിയിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇവിടെ ആ പ്രിൻസിപ്പിൾസിന്റെ മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ മീനിങ്ങും യഥാർത്ഥ പ്രിൻസിപ്പിളായിട്ട് എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വായിച്ച് നോക്കാം. ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. നമുക്കറിയാം ഇത് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ ആണ്. കാരണം കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരം ആൻറ്റിസിപ്പേറ്റ് ദ ഫ്യൂച്ചർ ലോസ് ബട്ട് ഡോണ്ട് ആൻറ്റിസിപ്പേറ്റ് ദ ഫ്യൂച്ചർ ഗെയിൻ എന്നാണ്. അപ്പോൾ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിലെ ഒരു നഷ്ടം മുൻകൂട്ടി കണ്ട് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് കൺസർവേറ്റിസം പ്രിൻസിപ്പിളുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ വായിച്ചു നോക്കാം. ഓണർ ആൻഡ് ബിസിനസ് ആർ സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്. ഇത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. കാരണം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ്സും ബിസിനസിന്റെ ഓണറും രണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഐറ്റം മാച്ച് ചെയ്യുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്. മൂന്നാമത് വായിച്ചു നോക്കാം. ബിസിനസ് ഹാസ് ലോങ് ലൈഫ്. അതായത് ബിസിനസ്സിന് ദീർഘകാല ലൈഫ് ഉണ്ട്. ഇത് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. അവസാനത്തെ വായിച്ചു നോക്കാം. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആർ ഇഗ്നോർഡ് ഇൻ അക്കൗണ്ട്. ഇത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ്. കാരണം മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പ്രകാരം പണം കൊണ്ട് എണ്ണി തിട്ടപ്പെടാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പ്രകാരമാണ്. ഇവിടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എയും ബിയും മാച്ച് ചെയ്യുന്നത്. ഒന്നാമത്തത് കൺസർവേറ്റിസം, രണ്ടാമത്തത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മൂന്നാമത്തത് ഗോയിങ് കൺസേൺ, നാലാമത്തത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ഇനി നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിപ്പയർ ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് as on 31st December 2019 ഫ്രം ദ ഗിവൺ ഡീറ്റെയിൽസ്. താഴെ പറയുന്ന ഡീറ്റെയിൽസ് നിന്നിട്ട് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ചോദ്യം. നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ₹28,000 രൂപ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടു ബാങ്ക് ഫോർ പേയ്മെൻറ്റ് ₹1,200 രൂപ. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ₹3,800 രൂപ. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ഓൺലി ₹800 രൂപ. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ഓൺലി ₹200 രൂപ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് വച്ചിട്ട് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ചോദ്യം. നമുക്കിവിടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി തന്ന ബാലൻസ് എന്ന് പറയുന്നത് പാസ്ബുക്ക് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂട്ടുന്നതൊക്കെ ഇവിടെ കുറയ്ക്കണം, കുറയ്ക്കുന്നതൊക്കെ ഇവിടെ കൂട്ടണം. അപ്പോൾ നമ്മുടെ പാസ്ബുക്ക് ബാലൻസിൻ്റെ കൂടെ ഈ ഐറ്റംസ് വായിച്ചിട്ട് ഏതൊക്കെയാണ് കൂട്ടേണ്ടത് ഏതൊക്കെയാണ് കുറയ്ക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതിലാദ്യം ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടു ബാങ്ക് ഫോർ പേയ്മെൻറ്റ് ₹1,200 നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂട്ടുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇതിനെ കുറയ്ക്കണം. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ₹3,800. അതായത് നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷേ കളക്ട് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറയ്ക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇതിനെ കൂട്ടണം. അടുത്ത ഐറ്റം വായിച്ച് നോക്കാം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ഓൺലി ₹800 രൂപ. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ഈ എമൗണ്ട് കൂടി എന്നാണ് അർത്ഥം. ഇത് നമ്മൾ ക്യാഷ് ബുക്ക് വെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂട്ടുന്ന ഐറ്റമാണ്. അതുകൊണ്ട് ഇതിനെ ഇവിടെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അവസാനത്തെ ഐറ്റം ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ₹200 രൂപ. ബാങ്ക് ചാർജസ് ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഐറ്റത്തിനെ കുറയ്ക്കാറാണ് പതിവ്. അതുകൊണ്ട് ഇവിടെ ഇതിനെന്ത് ചെയ്യണം, കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഈ തന്നിട്ട് ഡീറ്റെയിൽസിൽ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടു ബാങ്ക് ഫോർ പേയ്മെൻറ്റ് 1,200 ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദ ബാങ്ക് പാസ്ബുക്ക് ഓൺലി 800 രൂപയും നമ്മൾ കുറയ്ക്കും. ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് 3,800 രൂപ കൂട്ടും. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ഓൺലി 200 രൂപയും കൂട്ടും. അപ്പോൾ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. എന്നിട്ട് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയും 28,000 രൂപ എഴുതുക. ഇതിൻ്റെ കൂടെ ചെക്ക് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് 3,800 രൂപയും ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്കും 200 രൂപയും എന്ത് ചെയ്യുക, കൂട്ടുക. എന്നിട്ട് ആ എമൗണ്ടിൽ നിന്ന് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ടു ബാങ്ക് ഫോർ പേയ്മെൻറ്റ് 1,200 രൂപ കുറയ്ക്കുക. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ദ പാസ്ബുക്ക് ഓൺലി 800 രൂപ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം.
അപ്പോൾ നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് 28,000 കൂടെ ചെക്ക് പെയ്ഡ് ടു ബാങ്ക് ബട്ട് നോട്ട് കളക്റ്റഡ് 3,800 ബാങ്ക് ചാർജസ് 200 കൂട്ടി 4,000 രൂപ കൂട്ടി. അപ്പോൾ 32,000 രൂപ നമുക്ക് കിട്ടി. ഈ 32,000 നിന്ന് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് 1,200 ഇൻട്രസ്റ്റ് ക്രെഡിറ്റർ 800 കൂടി കുറയ്ക്കുമ്പോൾ നമുക്ക് 30,000 രൂപ കിട്ടും. കാരണം നമ്മൾ 1,200 800 നമ്മൾ കൂട്ടി 2,000 രൂപയാണ് നമ്മൾ കുറച്ചത്. അപ്പോൾ 30,000 രൂപയാണ് നമ്മുടെ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പോൾ ഇതാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 5 മാർക്കാണ് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് കിട്ടുന്നത്. ഇനി നമുക്ക് 27ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 27ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: അരുൺ ട്രേഡേഴ്സ് പർച്ചേസ്ഡ് എ മിഷനറി ബൈ ഇഷ്യൂയിങ് എ ചെക്ക് ഓഫ് ₹64,000 ടു ദ വെൻഡേഴ്സ് ഓൺ 1/10/2016. They also incurred erection charges of ₹6,000 for the machinery. The expected economic life of the asset is 5 years and estimated scrap value is ₹10,000. A. Calculate the amount of depreciation. B. Prepare machinery account for the first 3 years under the straight line method. അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ മാർച്ച് 31 എവരി ഇയർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അരുൺ ട്രേഡേഴ്സ് ഒരു മിഷനറി വാങ്ങിച്ചു, എന്നിട്ട് ചെക്കാണ് കൊടുത്തത്. അതും 64,000 രൂപ വിലയുള്ള ഒരു മിഷനറിയാണ് വാങ്ങിച്ചത്. 64,000 രൂപ വിലയുള്ള ഒരു മിഷനറിയാണ് വാങ്ങിച്ചത്. 1/10/2016 വാങ്ങിച്ചത്. മാത്രമല്ല മിഷനറി വാങ്ങിച്ചപ്പോൾ എറക്ഷൻ ചാർജസ് 6,000 രൂപ ഉണ്ടായി. അതായത് ഇൻസ്റ്റലേഷൻ ചാർജസ് 6,000 രൂപ കൂടി ഇവിടെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ മിഷനറിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ എറക്ഷൻ ചാർജസ് കൂടി കൂട്ടുന്നതായിരിക്കും. അതായത് 64,000-ഉം 6,000 രൂപ കൂടി കൂട്ടുന്നതായിരിക്കും മിഷനറിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഏത് പ്രകാരമാണ്? നമ്മുടെ കോസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം വാങ്ങിച്ച വിലയുടെ കൂടെ അതിന് ഇൻസ്റ്റലേഷൻ ചാർജസ് കൂടി കൂട്ടി അതിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. ഈ മിഷനറിയുടെ യഥാർത്ഥ വാല്യൂ എന്ന് പറയുന്നത് ഈ 64,000 രൂപയും ഈ 6,000 രൂപയും കൂടി കൂട്ടുന്നതായിരിക്കും. അതായത് 70,000 രൂപയാണ് നമ്മുടെ മിഷനറിയുടെ വാല്യൂ എന്ന് പറഞ്ഞത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു ദ എക്സ്പെക്റ്റഡ് എക്കണോമിക് ലൈഫ് ഓഫ് ദ അസറ്റ് ഈസ് 5 ഇയർ എന്ന് പറഞ്ഞാൽ ഈ അസറ്റിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. 5 വർഷം കഴിയുമ്പോൾ ഈ അസറ്റിന്റെ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇവിടെ 10,000 രൂപയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ. എന്ത് ചെയ്യുക? ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുക. ഏത് മെത്തേഡിലാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കുക? ഡിപ്രിസിയേഷന്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ചോദ്യം മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എത്ര വർഷത്തേക്ക്? 3 വർഷത്തേക്ക് മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഏത് മെത്തേഡിലാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പറയുന്നുണ്ട്. എന്താണ്? ഇവിടെയുള്ള അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് 31 മാർച്ചിലാണ്. എല്ലാ വർഷവും 31 മാർച്ചിലാണ് ഇവിടെയുള്ള അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത്. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന്. ആദ്യം എന്ത് ചെയ്യുക? ഡിപ്രിസിയേഷൻ എമൗണ്ട് കണ്ടുപിടിക്കുക. അതിനൊരു ഫോർമുല ഉണ്ട്. എന്താണ് ഫോർമുല? കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. അപ്പോൾ ആദ്യം ഡിപ്രിസിയേഷൻ എമൗണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഓരോ വർഷവും സെയിം ഡിപ്രിസിയേഷൻ കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഡിപ്രിസിയേഷൻ നമ്മൾ കൊടുക്കുന്നത് ഒറിജിനൽ കോസ്റ്റിനാണ് ഡിപ്രിസിയേഷൻ കൊടുക്കുന്നത്. അത് എല്ലാ വർഷവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ മിഷനറിയുടെ ഡിപ്രിസിയേഷൻ അതായത് ആനുവൽ ഡിപ്രിസിയേഷൻ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എ പാർട്ട് ചെയ്ത് കഴിഞ്ഞു. എ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഡിപ്രിസിയേഷൻ കാണേണ്ട ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് 70,000 രൂപയാണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10,000 രൂപയാണ്.
എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 70,000 നിന്ന് 10,000 രൂപ കുറച്ചിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12,000 രൂപ ഈ മിഷനറി ഡിപ്രിസിയേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ 12,000 രൂപയാണ് ഈ മിഷനറിയുടെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബി പാർട്ട് ചെയ്യാം. ബി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തേക്കുള്ള മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ബി പാർട്ടിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മിഷനറി അക്കൗണ്ട് വരയ്ക്കാം. എന്നിട്ട് 3 വർഷം ഈ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ 3 വർഷത്തേക്കുള്ള മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നോക്കാം. അതായത് ഈ മിഷനറി വാങ്ങിച്ചത് 1/10/2016 അതും നമ്മൾ ചെക്കാണ് ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെ ടു ബാങ്ക് എന്ന് മിഷനറി അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് വരും. അതും 70,000 രൂപയാണ് നമ്മുടെ മിഷനറിയുടെ വാല്യൂ എന്ന് പറഞ്ഞു. ആ വർഷത്തിന് അവസാനം നമ്മൾ എന്ത് കൊടുക്കണം? ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് നേരത്തെ കണ്ടുപിടിച്ച് വച്ചിരുന്നു. എത്ര രൂപയാണ്? 12,000 രൂപയാണ്. ഇവിടെ ബുക്ക് ക്ലോസ് ചെയ്യുന്നത് എല്ലാ വർഷവും മാർച്ചിലാണ് ബുക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് 1 ഏപ്രിലും എൻഡ് ചെയ്യുന്നത് 31 മാർച്ചിലുമാണ്. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും വർഷത്തിന്റെ അവസാനമാണ്. അതായത് 2016 ഏപ്രിൽ ബുക്ക് ഓപ്പൺ ചെയ്യുന്നു, 31/3/2017 ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ 31/3/2017 വേണം ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ 31/3/2017 എന്ന് പറഞ്ഞിട്ട് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് 6,000 രൂപ പ്രൊവൈഡ് ചെയ്തു. കാരണം ഈ വർഷം മുഴുവനും ഈ അസറ്റ് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല. ഒക്ടോബർ 1 ഈ അസറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ 6 മാസമാണ് ഈ സ്ഥാപനത്തിൽ ഈ അസറ്റ് ഉണ്ടായത്. അപ്പോൾ 6 മാസത്തിന് നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആനുവൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ 12,000 രൂപ. അത് 6 മാസത്തേക്ക് കാണുമ്പോൾ 6,000 രൂപ. എന്നിട്ട് നമ്മൾ ആ വർഷം ബാലൻസ് ചെയ്യുന്നു, 64,000 രൂപ ബാലൻസ് ആയിട്ട് വരുന്നു. അത് നമ്മൾ രണ്ടാമത്തെ ഇയർ ബ്രോഡ് ഡൗൺ ചെയ്യുന്നുണ്ട്, 64,000 രൂപ. ആ വർഷം അവസാനം നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഫുൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യും. കാരണം ഈ വർഷത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ അസറ്റ് ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫുൾ ഡിപ്രിസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം. ആ വർഷം നമ്മൾ ബാലൻസ് ചെയ്തു 52,000 രൂപ. അത് നമ്മൾ ക്യാരി ഫോർവേഡിങ് ചെയ്തു. എന്നിട്ട് മൂന്നാമത്തെ വർഷത്തിന്റെ അവസാനം നമ്മൾ എന്ത് കൊടുക്കണം? ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. എത്ര രൂപയാണ്? 12,000 രൂപ തന്നെയാണ്. കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ്. എന്നിട്ട് ആ വർഷം നമ്മൾ ബാലൻസ് ചെയ്യുന്നു, അതായത് 40,000 രൂപ. അപ്പോൾ ഇതാണ് 3 വർഷത്തേക്കുള്ള മിഷനറി അക്കൗണ്ട് എന്ന് പറഞ്ഞത്. നമുക്കിനി 28ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 28ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: അജിത്ത് സോൾഡ് ഗുഡ്സ് ഫോർ ₹60,000 ഓൺ ക്രെഡിറ്റ് ടു ബിനോയ് ഓൺ 1 ജാനുവരി 2019. അതായത് 1/1/2019 അജിത്ത് ബിനോയ്ക്ക് സാധനങ്ങൾ കടത്തിന് വിറ്റു. അപ്പോൾ അജിത്തിന് ബിനോയ് ഡെപ്റ്ററാണ്, ബിനോയ്ക്ക് അജിത്ത് ക്രെഡിറ്ററുമാണ്. ഓൺ ദ സെയിം ഡേ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോർ 3 months വെയർ ഡ്രോൺ ഫോർ ദ എമൗണ്ട് ഇൻ ഫേവർ ഓഫ് ബിനോയ്. ദ ബില്ല് വാസ് ഡ്യൂലി അക്സെപ്റ്റഡ് ആൻഡ് റിട്ടേൺഡ്. അപ്പോൾ കടത്തിന് സാധനങ്ങൾ വിറ്റുകൊണ്ട് ഇവിടെ അജിത്ത് ഒരു ബില്ല് എഴുതി ബിനോയ് കൊടുക്കുകയാണ്. എത്ര മാസത്തേക്കാണ്? 3 മാസത്തേക്കാണ്. അപ്പോൾ 3 മാസം ഒന്ന് വരച്ചിടുക. ദ ബില്ല് വാസ് ഡ്യൂലി അക്സെപ്റ്റഡ് ആൻഡ് റിട്ടേൺഡ്. ബിനോയ് എന്ത് ചെയ്തു? ബില്ല് അക്സെപ്റ്റ് ചെയ്ത് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓൺ 4/2/2019 അജിത്ത് ഡിസ്കൗണ്ടഡ് ദ ബിൽ വിത്ത് ഹിസ് ബാങ്ക് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 12% പെർ ആനം. അതായത് 4/2/2019 അതായത് നമ്മുടെ ബില്ല് കിട്ടി 1 മാസം കഴിഞ്ഞ് 3 മാസത്തേക്കുള്ള ബില്ല് കിട്ടി. അതിലും 1 മാസം കഴിഞ്ഞിട്ടാണ് അജിത്ത് ഈ ബില്ല് കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ബാങ്ക് 12% ഡിസ്കൗണ്ടിങ് ചാർജസ് എടുക്കുന്നത്. ഈ 12% എന്ന് പറയുന്നത് പെർ ആനമാണ്, ഒരു വർഷത്തെ നിരക്കാണ്.
പക്ഷേ നമ്മുടെ ബില്ലെന്ന് പറഞ്ഞാൽ 2 മാസമേ ഉള്ളൂ. കാരണം 3 മാസത്തേക്കുള്ള ബില്ല് കിട്ടിയെങ്കിലും 1 മാസം കഴിഞ്ഞിട്ടാണ് ഈ ബില്ല് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 2 മാസത്തിനുള്ള ഡിസ്കൗണ്ട് ചാർജസ് മാത്രമേ ബാങ്ക് ഈടാക്കുകയുള്ളൂ. ഓൺ ദ ഡ്യൂ ഡേറ്റ് the bill was dishonored and അജിത്ത് paid 250 as noting charges. അപ്പോൾ ഡ്യൂ ഡേറ്റ് വന്നപ്പോൾ ബിനോയ് എന്ത് കൊടുത്തിട്ടില്ല? ക്യാഷ് കൊടുത്തിട്ടില്ല. ബില്ല് എന്തായിപ്പോയി? ഡിസോണർ ആയിപ്പോയി. പക്ഷേ ഇവിടെ അജിത്ത് എന്ത് ചെയ്തു? 250 രൂപ നോട്ടിംഗ് ചാർജസ് പേ ചെയ്തു. സാധാരണ ഈ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്കാണ് നോട്ടിംഗ് ചാർജസ് പേ ചെയ്യുന്നത്. പക്ഷേ ഈ കണക്കിൽ പറയുന്നു അജിത്താണ് പേ ചെയ്തത് 250 രൂപ നോട്ടിംഗ് ചാർജസ് ആയിട്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ചാർജസ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിങ് ചാർജസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. നമുക്കറിയാം, നമുക്ക് കിട്ടിയ ബില്ല് ബാങ്ക് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്ക് ഒരു ഡിസ്കൗണ്ടിങ് ചാർജസ് എടുക്കും. അപ്പോൾ ആ ഡിസ്കൗണ്ട് ചാർജസ് എത്രയാണ് എന്നാണ് ആദ്യം കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പാസ് ജേണൽ എൻട്രീസ് ഇൻ ദ ബിൽ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്ക് ഓഫ് ഡ്രോയർ. ഡ്രോയറിന്റെ ബുക്കിൽ ഈ ജേണൽ എൻട്രീസ് എല്ലാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഡ്രോയർ? ആരാണോ ബില്ല് എഴുതുന്നയാൾ അയാളാണ് ഡ്രോയർ. അതായത് ക്രെഡിറ്റർ ആണ് ഇവിടെ ബില്ല് എഴുതുന്നത്. ഇവിടെ ആരാണ് ക്രെഡിറ്റർ? അജിത്താണ് ക്രെഡിറ്റർ. അപ്പോൾ അജിത്തിന്റെ ബുക്കിൽ വരുന്ന ട്രാൻസാക്ഷൻസിന്റെ ജേണൽ എൻട്രിയും എഴുതുക. അപ്പോൾ 1 ഡിസ്കൗണ്ട് ചാർജസ് കണ്ടുപിടിക്കുക, 2 അജിത്തിന്റെ ബുക്കിൽ ട്രാൻസാക്ഷൻസ് ജേണൽ എൻട്രീസ് നടത്തുക. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കൗണ്ട് ചാർജസ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ചാർജസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് നമ്മുടെ ബില്ല് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ്. 12% ഡിസ്കൗണ്ട് ചാർജസ്. ഇത് 1 വർഷത്തേക്കുള്ളതാണ്. പക്ഷെ നമ്മുടെ ബില്ല് 3 മാസത്തെ ബില്ലാണ്. അത് നമ്മൾ 1 മാസം കഴിഞ്ഞാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 2 മാസത്തേക്കുള്ള ഡിസ്കൗണ്ടിങ് ചാർജസ് മാത്രമേ ബാങ്ക് ഈടാക്കുകയുള്ളൂ. അപ്പോൾ 2/12. അപ്പോൾ നമുക്ക് 1200 രൂപയാണ് ഡിസ്കൗണ്ടിങ് ചാർജസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ചാർജസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ജേണൽ എൻട്രീസ് ആണ് എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എത്ര ജേണൽ എൻട്രീസ് എഴുതാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യം അജിത്ത് സോൾഡ് ഗുഡ്സ് ഫോർ 60,000 ഓൺ ക്രെഡിറ്റ് ടു ബിനോയ്. അത് നമുക്കൊരു ക്രെഡിറ്റ് സെയിൽസിന്റെ ജേണൽ എൻട്രി എഴുതാം. അതും ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1/1/2019. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ അത് എഴുതി കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് കിട്ടുമ്പോഴാണ്. അതായത് അജിത്തിന് ബില്ല് കിട്ടുന്നത് ബിൽസ് റിസീവബിൾ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ബില്ല് കിട്ടുമ്പോഴുള്ള ജേണൽ എൻട്രി എഴുതാം. അപ്പോൾ അതും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബില്ലിനെ 4/2/2019 ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഈ ബില്ലിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നതാണ്. എവിടെ കൊടുത്താണ്? നമ്മുടെ ബാങ്കിൽ കൊടുത്ത്. അപ്പോൾ അതും നമ്മൾ എഴുതി കഴിഞ്ഞു. അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബില്ല് എന്തായി പോയി? ഡിസോണർ ആയി പോയി. അപ്പോൾ ഡിസോണർ എൻട്രിയാണ് അടുത്ത് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ അതും എഴുതി കഴിഞ്ഞു. ഇനി അവസാനത്തെ എൻട്രി എന്ന് പറയുന്നത് അജിത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്? 250 രൂപ നോട്ടിംഗ് ചാർജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ബുക്സിൽ എഴുതണം. അപ്പോൾ അതാണ് അവസാനത്തെ എൻട്രി എന്ന് പറഞ്ഞത്. അപ്പോൾ അതും നമുക്ക് എഴുതാം. ഇതാണ് അവസാനത്തെ എൻട്രി. അവസാനത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോയർ നോട്ടിംഗ് ചാർജസ് പേ ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ ഇത്രയും എൻട്രീസ് ആണ് ഈ കണക്കിൽ വരുന്നത്. എല്ലാം കൂടി ഒരു 5 എൻട്രീസ് ആണ് വരുന്നത്. 1 ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ ഒരു എൻട്രി, 2 ബില്ല് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരു എൻട്രി, 3 ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഒരു എൻട്രി, 4 ഡിസോണർ ആകുമ്പോൾ ഒരു എൻട്രി, പിന്നെ 5 നോട്ടിംഗ് ചാർജസ് പേ ചെയ്യുമ്പോൾ 5ാമത്തെ എൻട്രി. മൊത്തം 5 എൻട്രിയാണ് നമ്മുടെ അജിത്തിന്റെ ബുക്കിൽ വരുന്നത്. ഇനി നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 29ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർ ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് കോളം. അതായത് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 8 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കാം. നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ഒന്ന് അവിടെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നവംബർ 1-നുള്ളതാണ്. ക്യാഷ് ഇൻ ഹാൻഡ് 8,000, ക്യാഷ് അറ്റ് ബാങ്ക് 34,000. അതായത് ഇതൊരു ഓപ്പണിംഗ് ബാലൻസ് ആണ്.
അപ്പോൾ നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് ബാലൻസ് ബ്രൗട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിൽ 8000 രൂപ, ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ 34,000 രൂപ നമുക്ക് എഴുതാം. അത് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് സെയിൽസ് ആണ് 12,000 രൂപ. അപ്പോൾ ഇതൊരു റിസീപ്റ്റ് ആണ്. ഇതിന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് സെയിൽസ് എന്ന് പറഞ്ഞ് 12,000 രൂപ ക്യാഷിന്റെ എമൗണ്ട് കോളത്തിൽ എഴുതുക. അത് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റിസീവ്ഡ് എ ചെക്ക് ഫ്രം രാഹുൽ ആൻഡ് പെയ്ഡ് ഇൻ ബാങ്ക് 15,000 രൂപ. അതായത് രാഹുലിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെക്ക് കിട്ടി, അത് അന്ന് തന്നെ നമ്മൾ ബാങ്കിൽ കൊടുക്കുകയും ചെയ്തു. നമുക്കറിയാം, ഒരു ചെക്ക് അന്ന് കിട്ടുകയാണെങ്കിൽ അന്ന് തന്നെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് വരില്ല, കോൺട്രാ എൻട്രി വരില്ല. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു രാഹുൽ എന്നായിരിക്കും. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് രാഹുൽ എന്ന് പറഞ്ഞ് 15,000 രൂപ ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതുക. അപ്പോൾ അതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. നാലാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് ഇൻ ടു ബാങ്ക്. നാലാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് ഇൻ ടു ബാങ്ക് 10,000 രൂപ. അതായത് ഇതൊരു കോൺട്രാ എൻട്രി ആണ്. നമുക്കറിയാം ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത എൻട്രി ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് ക്യാഷ് എന്ന് പറഞ്ഞ് 10,000 രൂപ ബാങ്കിൻ്റെ കോളത്തിൽ എഴുതുക. ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് ബാങ്ക് എന്ന് പറഞ്ഞ് ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിൽ 10,000 രൂപ എഴുതുക. അപ്പോൾ അതും നമ്മൾ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ചെക്ക് ഇഷ്യൂഡ് ടു മോഹൻ 5,000 രൂപ. ഇതൊരു പേയ്മെൻ്റ് ആണ്. അതും നമ്മൾ ചെക്കാണ് കൊടുത്തത്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് മോഹൻ എന്ന് പറഞ്ഞ് 5,000 രൂപ ബാങ്ക് കോളത്തിൽ എഴുതുക. അപ്പോൾ അതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് 8,000 രൂപ. നമുക്കറിയാം പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് ആണ്. അതും നമ്മൾ ബാങ്കിൽ നിന്നാണ് വിഡ്രോ ചെയ്തത്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് 8,000 രൂപ ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതുക. അപ്പോൾ അതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് ഫോർ സ്റ്റേഷനറി 500 രൂപ. അതായത് സ്റ്റേഷനറി വാങ്ങിച്ചു. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് സ്റ്റേഷനറി എന്ന് പറഞ്ഞ് ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിൽ 500 രൂപ എഴുതുക. അപ്പോൾ അതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് റെന്റ് പെയ്ഡ് ബൈ ചെക്ക് 2,000 രൂപ. അതായത് റെന്റ് നമ്മൾ കൊടുത്തു, ചെക്ക് വഴിയാണ് കൊടുത്തത്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ക്രെഡിറ്റ് സൈഡ് റെന്റ് എന്ന് പറഞ്ഞ് ബാങ്കിന്റെ എമൗണ്ട് കോളത്തിൽ 2,000 രൂപ എഴുതുക. അപ്പോൾ അതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് 4,000 രൂപ. ഇതൊരു കോൺട്രാ എൻട്രിയാണ്. കാരണം നമ്മൾ ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ് വരുന്നത്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് ബാങ്ക് എന്ന് പറഞ്ഞ് 4,000 രൂപ ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിൽ എഴുതുക. ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് ക്യാഷ് എന്ന് പറഞ്ഞ് ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ 4,000 രൂപ എഴുതുക. അതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ഇഷ്യൂയിങ് ചെക്ക് 6,000 രൂപ. നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ 6,000 രൂപ എഴുതുക. അപ്പോൾ അതും നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. അടുത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ചെക്ക് 1,000 രൂപ. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ 1,000 രൂപ എഴുതുക. കാരണം ചെക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. അവസാനത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ചെക്ക് ഓഫ് ₹15,000 റിസീവ്ഡ് ഫ്രം രാഹുൽ ഡിസോണേഡ്. അതായത് 5-ാം തീയതി നമുക്ക് കിട്ടിയ ചെക്ക് എന്തായിപ്പോൾ ഡിസോണറായി പോയി. അപ്പോൾ ഈ 15,000 രൂപ ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ നിന്ന് കുറയാനുള്ളതാണ്. അപ്പോൾ ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡ് രാഹുൽ എന്ന് പറഞ്ഞ് ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ ആ 15,000 രൂപ എഴുതുക. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്തപ്പോൾ റിസീപ്റ്റ് സൈഡാണ് കൂടുതൽ. അതായത് ക്യാഷിൻ്റെ എമൗണ്ട് കോളത്തിൽ 24,000 രൂപ, ബാങ്കിൻ്റെ എമൗണ്ട് കോളത്തിൽ 59,000 രൂപ. അപ്പോൾ ക്യാഷിൻ്റെ 24,000 നിന്ന് ക്യാഷ് പേയ്മെൻറ്റ് കുറച്ചപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയത് 13,500 രൂപയാണ്.
അതുപോലെ തന്നെ ബാങ്കിൻ്റെ ടോട്ടൽ എമൗണ്ടുകൾ അത് 59,000 നിന്ന് ബാങ്കിൻ്റെ പേയ്മെൻറ്റ്സ് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 18,000 രൂപയാണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് 13,500, ബാങ്ക് 18,000 രൂപ. അപ്പോൾ ഇതാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനായ 30ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 30ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അതും 8 മാർക്കിൻ്റെ ഒരു essay ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 2019. അതായത് 2019 മാർച്ചിലെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ചോദ്യം. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിലായിരുന്നു ഐറ്റംസ് തന്നിരുന്നത്. ഞാനിവിടെ സ്ഥലം തികയാത്തതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് എന്നും ക്രെഡിറ്റ് ബാലൻസ് എന്നും ഇങ്ങനെയാണ് ഐറ്റംസ് എഴുതിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഒരു 5 അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം. വായിച്ച് നോക്കുമ്പോൾ തന്നെ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പോകുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ പോകുന്നത്, അതോ ബാലൻസ് ഷീറ്റിലാണോ പോകുന്നത് എന്ന് അടയാളപ്പെടുത്തി കൂടി പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഡെബിറ്റ് ബാലൻസ് ഒന്ന് നോക്കാം. അതിലാദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000 രൂപ. നമുക്കറിയാം ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് പോകുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്. പർച്ചേസസ് 3,50,000 രൂപ. അതും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് പോകുന്നത്. അടുത്തത് സെയിൽസ് റിട്ടേൺ 5,000 രൂപ. ഇതും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് പോകുന്നത്. അടുത്തത് ക്യാഷ് 32,000 രൂപ. ഈ 32,000 രൂപ ക്യാഷ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡാണ് പോകുന്നത്. അടുത്തത് ഫർണിച്ചറാണ്. ഫർണിച്ചർ 1,28,000 രൂപ. ഇതും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡാണ് പോകുന്നത്. അടുത്തായിട്ട് നോക്കാം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 1,40,000 രൂപ. ഇതും അസറ്റാണ്, അതുകൊണ്ട് ഇതും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡാണ് പോകുന്നത്. അടുത്തായിട്ട് വായിച്ച് നോക്കാം മിഷനറി എന്ന് പറഞ്ഞ് 60,000 രൂപ കിടക്കുന്നു. ഇതും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡാണ് പോകുന്നത്. അടുത്തായിട്ട് വായിച്ച് നോക്കാം ക്യാരേജ് ഓൺ പർച്ചേസ്. അതായത് ഇത് ക്യാരേജ് ഇൻവേർഡ് ആണ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് ഈ 12,000 രൂപ പോകുന്നത്. അടുത്ത ഐറ്റം വായിച്ച് നോക്കാം. അടുത്തത് വേജസ് ആണ് 8,000 രൂപ. ഇതും ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് പോകുന്നത്. അടുത്ത ഐറ്റം റെൻ്റ് ആണ് 15,000 രൂപ. ഈ റെൻറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് പോകുന്നത്. അടുത്ത ഐറ്റം ബാഡറ്റ്സ് ആണ്. ബാഡറ്റ്സ് 7,000 രൂപ. ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് പോകുന്നത്. അടുത്ത ഐറ്റം ഡ്രോയിങ്സ് 24,000 രൂപ. ഈ ഡ്രോയിങ്സ് 24,000 രൂപ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് ക്യാപ്പിൽ നിന്ന് കുറയ്ക്കാനുള്ളതാണ്. അടുത്ത ഐറ്റം സ്റ്റേഷനറി 6,000 രൂപ. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് പോകേണ്ടത്. അടുത്ത ഐറ്റം ഓഫീസ് എക്സ്പെൻസ് 4,000 രൂപ. ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് പോകേണ്ടത്. അടുത്ത ഐറ്റം ഇൻഷുറൻസ് 12,000 രൂപ. ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡാണ് പോകേണ്ടത്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് നമ്മൾ വായിച്ചു നോക്കി. ഇനി നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ഒന്ന് വായിച്ചു നോക്കാം. ക്രെഡിറ്റ് ബാലൻസിൽ ആദ്യം സെയിൽസ് എന്ന് പറഞ്ഞ് 4,21,000 രൂപയുണ്ട്. ഈ 4,21,000 രൂപ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് വരേണ്ടതാണ്. ഈ സെയിൽസ് 4,21,000 എഴുതുമ്പോൾ ഈ സെയിൽസ് റിട്ടേൺ ഇതിൽ നിന്ന് കുറയ്ക്കാനുള്ളതാണ്. അടുത്തത് ക്യാപിറ്റൽ 3 ലക്ഷം. ഈ ക്യാപിറ്റൽ 3 ലക്ഷവും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് എഴുതാനുള്ളതാണ്. അടുത്തത് ക്രെഡിറ്റർ 1,00,000 രൂപ. ഇതും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് വരാനുള്ളതാണ്. അടുത്തത് ബാങ്ക് ഓടി 28,000 രൂപ. ഇതും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് വരാനുള്ളതാണ്, കാരണം ഇത് ലയബിലിറ്റിയാണ്. അടുത്തത് കമ്മീഷൻ എന്ന് പറഞ്ഞ് 4,000 രൂപ. അത് കമ്മീഷൻ റിസീവ്ഡ് ആണ്, ഒരു ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് വരേണ്ടതാണ്. അപ്പോൾ ഐറ്റംസ് എല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞു, എവിടെയാണ് വരേണ്ടതെന്നും അടയാളപ്പെടുത്തിയും കഴിഞ്ഞു. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. അഡ്ജസ്റ്റ്മെന്റിൽ ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക് 2,500 രൂപ. ഇത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡും വരേണ്ടതുള്ളതാണ്. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് 2,000 രൂപ. ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ഇൻഷുറൻസിന്റെ എമൗണ്ട് എഴുതുമ്പോൾ അതിൽ നിന്ന് കുറയ്ക്കാനുള്ളതും കൂടിയാണ്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഐറ്റത്തിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് വായിച്ച് നോക്കാം. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് 5,000 രൂപ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞ ഒരു ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് എടുക്കുകയും റെന്റ് എഴുതുമ്പോൾ റെന്റിന്റെ കൂടെ കൂട്ടുകയും ചെയ്യണം. അപ്പോൾ റെന്റിനും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത ഐറ്റം ഒന്ന് വായിച്ചു നോക്കാം. ഫർദർ ബാഡ് ഡെറ്റ്സ് 1,000 രൂപ. അതായത് ഇതൊരു പുതിയ ബാഡ് ഡെറ്റ്സ് ആണ്. അപ്പോൾ ഈ 1,000 രൂപ നമ്മൾ പഴയ ബാഡ് ഡെറ്റ്സ് എഴുതുമ്പോൾ ഈ 7,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് എഴുതുമ്പോൾ അതിൽ നിന്ന് ഈ 1,000 രൂപ എന്ത് ചെയ്യണം, കുറയ്ക്കണം.
അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഐറ്റത്തിനും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അവസാനത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വായിച്ചു നോക്കാം. അവസാനത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ ഓൺ മിഷനറി അറ്റ് 10% പെർ ആനം, അതായത് 10% മിഷനറിക്ക് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ മിഷനറിയുടെ 60,000 രൂപയ്ക്ക് 10% ഡിപ്രിസിയേഷൻ കണ്ടിട്ട് അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എഴുതണം. കൂടാതെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ മിഷനറിയുടെ എമൗണ്ട് എഴുതുമ്പോൾ അതിൽ നിന്നും കുറയ്ക്കാനുള്ളതും കൂടിയാണ്. അപ്പോൾ മിഷനറിക്കും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ വായിച്ചു കഴിഞ്ഞു, എവിടേക്കാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എഴുതിയും കഴിഞ്ഞു. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാം. അതിൽ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക. എന്നിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക, പർച്ചേസസ് 3,50,000 എഴുതുക, ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് പറഞ്ഞ് 12,000 രൂപ എഴുതുക, വേജസ് എന്ന് പറഞ്ഞ് 8,000 രൂപ എഴുതുക. എവിടെയാണ് ഡെബിറ്റ് സൈഡ്. ഇനി ക്രെഡിറ്റ് സൈഡ് സെയിൽസ് 4,21,000 രൂപ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് സെയിൽസ് റിട്ടേൺ 5,000 രൂപ കുറച്ച് ഔട്ടർ കോളത്തിൽ എഴുതുക. അതോടൊപ്പം തന്നെ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് 2,500 രൂപയും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000 എഴുതി, പർച്ചേസസ് 3,50,000 എഴുതി, ക്യാരേജ് 12,000 എഴുതി, വേജസ് 8,000 രൂപ എഴുതി. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് സെയിൽസ് എന്ന് പറഞ്ഞ് 4,21,000 രൂപ എഴുതി, അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ 5,000 രൂപ കുറച്ച് 4,16,000 രൂപ എന്ന് ഔട്ടർ കോളത്തിൽ എഴുതി. അതിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്കും 2,500 രൂപ എഴുതി. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് ഗ്രോസ് ലോസ് ആണ് 1,500 രൂപ. ഈ 1,500 രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് ബ്രോട്ട് ഡൗൺ ചെയ്ത് എഴുതേണ്ടതാണ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഗ്രോസ് ലോസ് ആണ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ട് ഈ ഗ്രോസ് ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലുള്ള ബാക്കി ഐറ്റംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എഴുതി നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അതിൽ ഡെബിറ്റ് സൈഡ് പോകുന്ന ഐറ്റംസ് ഒന്ന് നോക്കാം. അതിൽ ആദ്യം ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞ് 7,000 രൂപ ഡെബിറ്റ് സൈഡ് എഴുതുക, ഇന്നർ കോളത്തിൽ എഴുതുക. അതിന്റെ കൂടെ ഈ 1,000 രൂപ കൂട്ടി ഔട്ടർ കോളത്തിൽ എഴുതുക. അത് കഴിഞ്ഞ് മിഷനറിക്ക് 60,000 രൂപയ്ക്ക് 10% ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പോൾ 10% കണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡ് എഴുതുക. അത് കഴിഞ്ഞ് റെന്റ് 15,000 രൂപയുണ്ട്. അപ്പോൾ റെന്റ് 15,000 രൂപ നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അതിന്റെ കൂടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് 5,000 രൂപ കൂട്ടി ഔട്ടർ കോളത്തിൽ എഴുതുക. അത് കഴിഞ്ഞ് ഡെബിറ്റ് സൈഡ് സ്റ്റേഷനറി എടുക്കുക, പിന്നീട് ഓഫീസ് എക്സ്പെൻസ് 4,000 രൂപ എടുക്കുക, പിന്നീട് ഇൻഷുറൻസ് 12,000 എടുക്കുമ്പോൾ അതിൽ നിന്ന് ഈ പ്രീപെയ്ഡ് ഇൻഷുറൻസ് 2,000 രൂപ എന്ത് ചെയ്യുക, ഒന്ന് കുറച്ച് ഔട്ടർ കോളത്തിൽ എഴുതുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡ് വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡ് ഒരൊറ്റ ഐറ്റം മാത്രമേ വരുന്നുള്ളൂ. എന്താണ്? കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് 4,000 രൂപ മാത്രമേ ക്രെഡിറ്റ് സൈഡ് വരുന്നുള്ളൂ. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഗ്രോസ് ലോസ് നമ്മൾ ആദ്യം ക്യാരി ഡൗൺ ചെയ്തു 1,500. അതിൻ്റെ കൂടെ ബാഡ് ഡെറ്റ്സ് 7,000, അതിൻ്റെ കൂടെ ഫർദർ ബാഡ് ഡെറ്റ്സ് 1,000 രൂപ കൂട്ടി 8,000 രൂപ എഴുതി. പിന്നെ ഡിപ്രിസിയേഷൻ ഓൺ മിഷനറി 6,000 രൂപ എഴുതി. പിന്നെ റെന്റ് 15,000 കൂടെ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് 5,000 രൂപ കൂട്ടി 20,000 രൂപ എഴുതി. പിന്നെ സ്റ്റേഷനറി ആയിട്ട് 6,000 രൂപ എഴുതി. ഓഫീസ് എക്സ്പെൻസസ് ആയിട്ട് 4,000 രൂപ എഴുതി. പിന്നെ ഇൻഷുറൻസ് 12,000 നിന്ന് പ്രീപെയ്ഡ് 2,000 രൂപ കുറച്ച് 10,000 രൂപ എഴുതി. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡ് ആകെ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ, കമ്മീഷൻ 4,000 രൂപ. അപ്പോൾ ഇവിടെയും ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ, അതായത് എക്സ്പെൻസ് ആണ് കൂടുതൽ. നമ്മൾ എക്സ്പെൻസ് ടോട്ടൽ ചെയ്തപ്പോൾ 55,500 ആണ് വന്നത്.
അപ്പോൾ ഈ 55,500 നിന്ന് ഈ 4,000 രൂപ കുറച്ചപ്പോൾ നമുക്ക് നെറ്റ് ലോസ് ആണ് കിട്ടിയത്. അതും 51,500 രൂപ നമുക്ക് നെറ്റ് ലോസ് ആണ് കിട്ടിയത്. അപ്പോൾ ഈ നെറ്റ് ലോസ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡ് ക്യാപിറ്റലിൻ്റെ എമൗണ്ടിൽ നിന്ന് ഈ നെറ്റ് ലോസ് എന്ത് ചെയ്യാനുള്ളതാണ്? കുറയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ലോസ് ആണ് കിട്ടിയത്. ഇനിയുള്ള ഐറ്റംസ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് വരച്ചിട്ട് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ് അസറ്റ്സ് ഒക്കെ എഴുതുക, ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ് ലയബിലിറ്റീസ് ഒക്കെ എഴുതുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ അസറ്റ്സ് ആണ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് പോകേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ക്യാഷ്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ് 1,40,000 രൂപ എഴുതുമ്പോൾ അതിൽ നിന്ന് ഈ ഫർദർ ബാഡ് ഡെറ്റ്സ് കുറച്ച് വേണം എഴുതാൻ. മിഷനറി 60,000 രൂപ എഴുതുമ്പോൾ അതിൽ നിന്ന് ഈ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് വേണം എഴുതാൻ. പിന്നെയുള്ള അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് 2,500 രൂപയുണ്ട്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് 2,000 രൂപയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡുള്ള ഐറ്റംസ്. ഇനി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് വരുമ്പോൾ ക്രെഡിറ്റർ ഒരു ഐറ്റം ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മറ്റൊരു ഐറ്റം ഉണ്ട്. അതുകൂടാതെ റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് 5,000 രൂപയും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് വരാനുള്ളതാണ്. ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് എഴുതുക. അതിൽ നിന്ന് ഈ ഡ്രോയിങ്സ് 24,000 രൂപ കുറയ്ക്കുക. അതിൽ നിന്ന് നമ്മുടെ നെറ്റ് ലോസും കുറച്ച് ഔട്ടർ കോളത്തിൽ എഴുതുക. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് എന്തൊക്കെയാണ് വന്ന് നോക്കാം. ക്യാഷ് 32,000 വന്നു, ഫർണിച്ചർ വന്നു, ഡെപ്റ്റിൽ നിന്ന് ബാഡ് ഡെറ്റ്സ് കുറച്ച് ഔട്ടർ കോളത്തിൽ എഴുതി, പിന്നെ മിഷനറിൽ നിന്ന് ഡെപ്രിസിയേഷൻ കുറച്ച് ഔട്ടർ കോളത്തിൽ എഴുതി, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതി, പിന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസും എഴുതി. നമ്മുടെ ലയബിലിറ്റി സൈഡ് ക്രെഡിറ്റേഴ്സ് എഴുതി, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എഴുതി, പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് എഴുതി, പിന്നെ ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് കുറച്ചു, അതിൽ നിന്ന് നെറ്റ് ലോസും കുറച്ച് ഔട്ടർ കോളത്തിൽ എഴുതി. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കിയപ്പോൾ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും എന്തായി? ടാലിയായി. അപ്പോൾ എല്ലാവർക്കും തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഈ വീഡിയോയുടെ പോരായ്മകൾ എല്ലാം തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.